ഹൈദരാബാദിൽ നിന്ന് ഞാൻ നേരെ നാട്ടിലോട്ട് വരട്ടെ, ബത്ലഹേം. അപ്പോൾ താങ്കൾക്ക് അറിയുന്ന ഒരു എന്താ പറയുക തറവാട്ടിലേക്കാണ് പോകുന്നത്, ഗിരീഷേടി. അപ്പോൾ അതെങ്ങനെയായിരുന്നു നിവിൻ പോളി ദ ഗ്രേറ്റ്? ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ നമുക്ക് തോന്നുന്ന അത്രയും സേഫ് ആയിട്ട് അത്രയും കംഫർട്ടായിട്ട് നമുക്ക് ലൈക്ക് പ്രേമയിൽ വേണ്ടിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് മലയാളം സിനിമ ബത്ലഹേമാണല്ലോ. അപ്പം ആ ഒരു 1 year പോയത് ഞാൻ നാട്ടിൽ നിൽക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെ, ചെന്നൈ, ഹൈദരാബാദ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് ഒരു പേടി ഒരു ടെൻഷനും ഇല്ലാണ്ട് നേരെ വന്ന് ലാൻഡ് ചെയ്ത് ചേട്ടൻ്റെ സെറ്റിലേക്ക്. അപ്പോൾ ഭയങ്കര കംഫർട്ട് സോൺ. അതന്നെ. ഈ സിനിമയെക്കുറിച്ച് എത്ര പറയാൻ പറ്റും? എത്ര പറയണം, ചോദിച്ചോളൂ. അതെ. അപ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച്, ഈ ആഷ്ലി എന്നുള്ള ക്യാരക്ടറും പിന്നെ നിവിൻ്റെ കൂടെ, നിവിന് ഭയങ്കര ഈ കോമിക് സെൻസ് ഭയങ്കര അധികമുള്ളൊരു നടനാണ്. സിനിമ സ്ക്രീനിന്റെ മുമ്പിലും ഓഫ് സ്ക്രീനിലും എങ്ങനെയായിരുന്നു നിവിൻ്റെ കൂടെ? സെയിം. ഇത് ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്ന കൂടെ? അല്ല, നമ്മള് ബോസൻകോ. ബോസൻകോ. അപ്പൊ അതുകൊണ്ട് അതും അപ്പൊ തിരിച്ച് വി മീറ്റ് അഗൈൻ. എക്സാക്ട്ലി. നമ്മള് ഭയങ്കര എല്ലാവരും അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും നമ്മള് ഭയങ്കര നല്ല റാപ്പ് ഒക്കെ ആയിരുന്നു.